മലയാളികളുടെ ഒരു വികാരം തന്നെയാണല്ലേ ഈ മുട്ട പഫ്സ്. നമുക്കത് ഉണ്ടാക്കിയാലോ? അതിനായി ചൂടാക്കിയ പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ വറുത്ത ഓയിലാണ് എടുത്തത്. അതുകൊണ്ടാണ് ഒരു ചെറിയ കളർ മാറ്റം. അതിലോട്ട് ചൂടായി കഴിഞ്ഞാൽ നല്ല ചോപ്പ് ചെയ്ത ഒണിയനും ചോപ്പ് ചെയ്ത ചില്ലിയും ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി മിക്സ് ആക്കി എടുക്കണം. ഈ അബ്രോഡിലൊക്കെ വന്നപ്പോൾ മുട്ട പഫ്സ് സ്വപ്നത്തിൽ പോലും കഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇവിടുത്തെ ഷോപ്പിലെത്തിയപ്പോൾ അതിന്റെ ആ ഒരു ഡോ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഒന്ന് വീട്ടിലുണ്ടാക്കാം എന്ന് വിചാരിച്ചാണ് ഈ ഒരു ഐഡിയയിലെത്തിയത്. അപ്പോൾ വഴറ്റി വന്ന ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും നന്നായി മിക്സ് ചെയ്യാം. അത്യാവശ്യം കളറൊക്കെ ചേഞ്ച് ആയി വരുന്നവരെ നന്നായി വഴറ്റി കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുമ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അടി പിടിക്കാതിരിക്കാനാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ആരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ആദ്യം തന്നെ ഇടരുത്. ലാസ്റ്റ് ഇട്ടാലാണ് ആ ഫ്ലേവർ കിട്ടുള്ളൂ. അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി എല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിക്കിട്ടാനാണ്. പ്രത്യേകം ശ്രദ്ധിക്കണേ, തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. ഈ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ സോസ് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആ ഒരു ജ്യൂസി ഒരു ചെറിയൊരു പുളിപ്പുള്ള ഒരു ടെക്സ്ചർ കിട്ടാനാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത്. ഇത് ഓപ്ഷണൽ ആണ്. ഇത് ചിക്കൻ ക്യൂബാണ് മാഗിയുടെ. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിന് കിട്ടും. ഇത് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് മല്ലിയില ഇട്ട് സെറ്റാക്കാം. ഇതാണ് ഇവിടെ കിട്ടുന്ന ഡോ. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ പഫ്സ് ഉണ്ടാക്കാറ്. ഇതിങ്ങനെ കിട്ടും. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൽ മസാല ഫില്ല് ചെയ്യലാണ്. ഇതിന് വേണ്ടത്ര മസാല ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിലോട്ട് നമുക്ക് ബോയിൽ ചെയ്ത് എഗ് ഇട്ട് കൊടുക്കാം. ഇത് ഈ ഷേപ്പിലാണ് ഇതിങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്ത് എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ മുകളിൽ ഓയിലാണ് വെച്ചത്. സംഭവം സെറ്റായി.